രാവണൻ എന്ന് പറയുന്നതിൽ സീതയോടുള്ള മോഹം കൊണ്ട് ഉണ്ടായതാണ് രാമായണം, രാമനല്ല. അപ്പോൾ ഈ രാമൻ്റെ ബാക്കി കുലത്തെക്കുറിച്ച് പറയാനല്ല രാമായണം, ശിവപുരാണം. ദേവന്മാരെന്നെയാണ് അവരുടെ ദേവിമാരോടൊക്കെ കഥ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രാമായണം പൂർണ്ണമായിട്ടും ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളിലുള്ള റിസർച്ചറുടെ ഒരു ഉണർത്ത് പാട്ടായിട്ട് നമുക്ക് തരുന്ന ഒരു കഥയാണ് രാമായണം. അതുകൊണ്ടാണ് രാമായണ കഥ തുടങ്ങുമ്പോൾ കാമിച്ചാൽ നിന്നെ കൊല്ലും എന്ന് പറയുന്നത്. ഡോക്ടർ TPS, നമ്മുടെ രാമനും രാവണനും തമ്മിലുള്ള യുദ്ധത്തിനപ്പുറം അയോധ്യയ്ക്ക് അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും വലിയ ധാരണയില്ല. ശരിക്കും എന്തായിരുന്നു അയോധ്യയ്ക്ക് അതിന് ശേഷം? ശരിക്കും രാമനെ തോൽപ്പിച്ച 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, പിന്നെ സ്വന്തം മക്കൾ തന്നെയായിരുന്നു അത്. അപ്പോൾ അതിന് ശേഷമുള്ള ആ ഒരു അയോധ്യ എങ്ങനെയായിരുന്നു? നമ്മൾ അയോധ്യ എന്ന് പറയുന്ന ഇന്ന് അറിയുന്ന അയോധ്യ അല്ല അന്നത്തെ അയോധ്യ. ഇന്ന് കാണുന്ന ഭാരതമല്ല, ഇന്ന് കാണുന്ന ഇന്ത്യ അല്ല, ഭാരതവംശം എന്നാണ്. ഭരതഖണ്ഡേ ഭാരതവംശേ മേരോഹ ദക്ഷിണേ പാർശ്വേ എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ ചാൻറ്റിങ്. കൈലാസത്തിന് താഴെയുള്ള ഭാഗങ്ങളൊക്കെ, ഇപ്പോൾ കൈലാസത്തിന് താഴെ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇന്ത്യയും ഓസ്ട്രേലിയ ഉപഭൂഖണ്ഡങ്ങളും ഒക്കെ കൂടുന്ന, പിന്നെ കാലത്ത് വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നതൊക്കെ കുറേ ഭാഗങ്ങളൊക്കെ കൈയടക്കിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴും അത് ഭാരതം നാടായിട്ട് തന്നെയാണ്. ഭാരതം എന്ന് പറയുന്നത് ഭാരത വംശം എന്നാണ് അറിയപ്പെടുന്നത്. ഭരതൻ വംശം എന്ന് പറയാൻ തന്നെ കാരണം ഭരതൻ ഒരു രാജാവാണോ അല്ല മുഗൾ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വംശം, ഒരു ഗ്രൂപ്പ് ഓഫ്, അതൊന്നും വലിയ ഒരു ആധികാരികമായിട്ടുള്ള ഉത്തരാർക്കും കിട്ടില്ല. കാരണം ഇത് പറയുന്ന കാലഘട്ടത്തിലാണ്. ശരിയാ. ഇപ്പം നമ്മൾ കലികാലം എന്ന് പറയുന്നത് അതിൻ്റെ ഡബിൾ ദ്വാപരയുഗം, അതിൻ്റെ ഡബിൾ ത്രേതായുഗം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5000 വർഷം മുമ്പ് നടന്ന മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് ദ്വാപരയുഗത്തിലാണ്. അപ്പോൾ 4,32,000 വർഷം വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ഇരട്ടി 8 ലക്ഷം, അതിൻ്റെ ഇരട്ടി, അപ്പോൾ 16 ലക്ഷം വർഷം മുമ്പുള്ളൊരു കഥയാണ് പറയുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും രാമായണത്തിൻ്റെ കഥകൾ വ്യത്യാസമാണ്. 300-ലധികം രാമായണ സ്റ്റോറീസ് ഉണ്ട്. ചിലതിൽ രാവണൻ്റെ മകളാണ് സീത, ചില രാമായണത്തിൽ. അങ്ങനെ വ്യത്യസ്ത, അത് പക്ഷെ ആ ഒരു ജെനുവിനിറ്റി ഉള്ള ഒരു അല്ല, ഇതേതാണ് ജെന്യൂൻ നമുക്കറിയില്ല. ഞാൻ ശ്രീലങ്കയിൽ പോയ സമയത്ത് രാവണൻ്റെ നാടാണെന്ന് പറഞ്ഞിട്ട് രാവണൻ്റെ കൊട്ടാരമുണ്ട്. അവിടുത്തെ ആർക്കും അറിയില്ല അങ്ങനെ ഒരു കൊട്ടാരമുള്ള കഥ. ഇത് നമുക്കേ അറിയുള്ളൂ. ഈ കഥ അറിയുന്നവർക്ക് മാത്രമേ. അവിടെ ഒരു കൊട്ടാരമുണ്ട്, പക്ഷേ അവരുടെ ആർക്കിയോളജിക്കൽ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിൽ അത് AD കാലഘട്ടത്തിൽ, ഇപ്പോൾ ഏകദേശം ഒരു 300 AD ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 1700 വർഷം മുമ്പ് പണിതിട്ടുള്ള ഒരു കൊട്ടാരുണ്ടായിരുന്നു. അതൊരു മലയുടെ മുകളിലാണ്. അതാണ് ഇന്ന് നമ്മൾ രാവണാസ് കോട്ട. അതെ, ആ രാവണാസ് കോട്ട നമ്മളെ പറയുന്നു. ലങ്കക്കാർക്ക് അറിയില്ല. രാവണനെ അറിയാത്തവരാണ് ശ്രീലങ്കക്കാർക്ക് അറിയില്ല. പക്ഷെ രാവണ എന്ന് പേരുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ശ്രീലങ്കയിൽ പോയ സമയത്ത് ഒരാളുടെ പേരിൽ ബാക്കിൽ ഒരു ഈ വലിയ ജൂല കെട്ടിയിട്ട് ആടുന്ന 200 മീറ്റർ ഒക്കെ വെച്ചിട്ട് സ്വിങ് ചെയ്യുന്ന ഊഞ്ഞാലുണ്ട്. അത് നടത്തുന്ന ഒരു കമ്പനിയുടെ ഒരാളുടെ പിന്നിൽ രാവണ എന്ന് എഴുതിയിട്ടുണ്ട്. എനിക്ക് വലിയ ത്രില്ലായിട്ട് ഞാൻ അയാളോട് പോയിട്ട് സംസാരിച്ചു. അയാളുടെ പേര് രാവണൻ എന്നാണ്. അവിടെ രാവണൻ എന്ന പേരിൽ മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു രാജാവായിട്ട് അവിടെ ഉണ്ടായിരുന്ന 16 ലക്ഷം മുമ്പൊന്നും ഇപ്പോൾ അവർക്ക് ആർക്കും അറിയണമെന്നില്ല. കാരണം അതൊക്കെ പോയി, വാനിഷായി. ആ ജനറേഷൻസും ഈ കഥകളാണല്ലോ നമ്മൾ ലൈവായിട്ട് നിർത്തുക. അപ്പോൾ ആ കഥകളിൽ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് ഇപ്പോൾ രാമൻ്റെ കാലഘട്ടം പറഞ്ഞു, രാമനാണ് ഹീറോ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള അവരുടെ റിലേറ്റീവ്സിൻ്റെ കഥകളൊന്നും ആർക്കും അറിയില്ല, നമ്മൾ അറിയണമെന്നില്ല. ഇപ്പം മഹാഭാരതം പറയുന്ന സമയത്ത് രാമനെ പറഞ്ഞു, രാമൻ്റെ കൊച്ചുമകനെ പറഞ്ഞു എന്ന് പറയുന്നത് പോലെ കൃഷ്ണൻ്റെ കൊച്ചുമകനെ പറഞ്ഞു. ഇപ്പം രാമൻ്റെ മകൻ ലവൻ കുശൻ കൃഷ്ണൻ്റെ കൊച്ചുമക്കളുടെ കഥ പറഞ്ഞു. പരീക്ഷിത്ത് രാജാവ് ഈ കഥ പറയുന്നതായിട്ട് പറഞ്ഞതുകൊണ്ടാണ് മഹാഭാരതത്തിൽ നമ്മൾ കൃഷ്ണൻ്റെ കഥ വെക്കുന്നത്. പക്ഷെ രാമായണത്തിൽ അങ്ങനെയല്ല. അത് ഇതിഹാസത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, ആദ്യം നമ്മൾ പറയുന്നത് വാത്മീകിയാണ് ആദ്യ കവി. തെറ്റാണ്. വാത്മീകിക്ക് ഇങ്ങനെ ഒരു രാമനെ കുറിച്ച് കഥ പറയാൻ പുറ്റിൻ്റെ ഉള്ളിൽ കയറി നിന്നാൽ രാമൻ്റെ കഥ അയാൾക്ക് ഇങ്ങനെ കിട്ടുക. അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത് നാരദരാണ്. അപ്പോൾ വാത്മീകിയെ അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിൽ പോയി പറഞ്ഞു കൊടുക്കുന്ന മെസ്സഞ്ചറാണ് നാരദൻ. നാരദൻ എവിടുന്ന ഇത് കിട്ടുന്നത്? അല്ല, നാരദൻ എവിടുന്ന ഇത് കിട്ടണേ? നാരദൻ ബ്രഹ്മാവിൻ്റെ. അപ്പോൾ ഈ രാമായണ കഥ എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ബ്രഹ്മരാമായണം എന്ന് പറഞ്ഞിട്ട് രാമായണമുണ്ട്. അപ്പോൾ അടുത്ത കാലത്ത് ഞാനൊരു വീഡിയോ ചെയ്തു, എല്ലാ കവികളുടെയും പേര് പറഞ്ഞിട്ട്, നമ്മുടെ അടുത്ത കാലത്തുള്ള കവികളുടെ പേരടക്കം വെച്ചിട്ട് നമുക്ക്
രാമായണത്തെ ആരൊക്കെ എങ്ങനെയൊക്കെയാണ് നോക്കിക്കണ്ടത് പറയാം. ഈ ബ്രഹ്മരാമായണം എഴുതിയതാരാണ്? ബ്രഹ്മാവ് ക്രിയേറ്ററാണ്, ക്രിയേറ്റർ. ആകെ ക്രിയേറ്റർ ആയിട്ടുള്ളത് ബ്രഹ്മാവാണ്. പക്ഷെ ആ ബ്രഹ്മാവ് എന്ന് പറയുന്ന ഒരു വേടന്റെ ഉള്ളിൽ കയറിയിട്ട് കഥ പറയണമെങ്കിൽ ആ വേടൻ അതിന് വിവരം ഉണ്ടാവണ്ടേ. അതെ, അയാൾ ലോക്കലി പക്ഷിയെ വെടിവെച്ച് നടക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഈ രാമന്റെ കഥ അറിയാം? അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, അദ്ദേഹത്തിന് ഒരു റിയലൈസേഷൻ കൊടുക്കുകയാണ്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വേടൻ എന്ന് പറയുന്നത് ഹണ്ടറാണ്. ആരാ ഹണ്ടർ? നമ്മുടെ ഉള്ളിലൊക്കെ ഓരോ ഹണ്ടേഴ്സ് ഉണ്ട്. ഓരോ കഥ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന, അങ്ങനെ സിംബോളിക്കായിട്ട് കാണണം നമ്മൾ. വാത്മീകി എന്ന വേടനല്ല, അത് നമുക്ക് എപ്പോഴാണ് വരിക? നമ്മളൊരു സെൽഫ് റിയലൈസേഷൻ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ പോകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന പലതും പുറത്തേക്ക് വരിക. അങ്ങനെയാണ് റിസർച്ചേഴ്സൊക്കെ. നമ്മളൊക്കെ നമ്മളിലുള്ള റിസർച്ചറുടെ ഒരു ഉണർത്ത് പാട്ടായിട്ട് നമുക്ക് തരുന്ന ഒരു കഥയാണ് രാമായണം. അങ്ങനെ കാണണം. അപ്പം ഇതിനകത്ത് കുറേ കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ഇപ്പം മാ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം രാമായണം മാനിഷാദ എന്നാണ്. എന്തായാലും അരുത്. ഏതെങ്കിലും ഒരു മഹാകാവ്യം അരുത് എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് വാക്കിൽ തുടങ്ങും. അങ്ങനെ തുടങ്ങിയാൽ ഒരിക്കലും ഭാരതത്തിൽ ഒന്നും നെഗറ്റീവായിട്ട് തുടങ്ങരുതെന്നാണ്. തെറ്റാണ്. മാ എന്നാണ്, നാ എന്നല്ല. മാ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പോൾ മാ അമ്മേ എന്നാണ് വിളിക്കുന്നത്. അത് നിഷിദ്ധമല്ല എന്നാണ്. മാ നിഷാദ, നിഷിദ്ധമല്ലാത്തൊരു കാര്യമാണ്. എന്ത്? ഒരു കാട്ടാളൻ, ഒരു വേടൻ ഒരു കിളിയെ അമ്പ ചെയ്യുന്നത് എങ്ങനെയാണ് നിഷിദ്ധമാവുക? അയാളുടെ പണിയാണ്. അതും ഈ പാടില്ല എന്ന് പറയുന്ന ആരാണ്? ഒരു പിന്നെ നായാടുന്നൊരു പയ്യൻ അയാൾ തന്നെയാണ്. വാത്മീകിയുടെ ബേസിക് കുലത്തൊഴിൽ എന്താണ്? വേട്ടയാടണം. വേട്ടയാടുന്ന ഒരാൾ എങ്ങനെ വേട്ടയാടുന്ന ഒരാളോട് വേട്ടയാടരുതെന്ന് പറയാൻ? അയാൾക്ക് എന്തോ ഉൾവിളി വരികയാണ്. പറയുന്ന ആളും വേട്ടയാടുന്ന. അതെ, പക്ഷെ ഉൾവിളി വന്നു അയാൾക്ക്, മറ്റേ ആൾക്ക് അത് വന്നില്ല. അപ്പം ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായി, നിങ്ങൾക്കൊരു റിയലൈസേഷൻ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സിംബോളിക്കാണ്. അതിലോ ആരെയാണ് വേട്ടയാടുന്നത്? 2 കിളികളാണ്. ആ 2 കിളികൾ ഏത് മൂഡിലായിരിക്കണേ? കാമത്തിലിരിക്കുകയാണ്. ആ ഇണക്കുരുവികൾ എന്ന് പറയുമ്പോൾ അവർ കാമത്തിലാണ്. നമ്മൾ കാമത്തിലിരുന്നാൽ നമ്മുടെ ജീവൻ പോകും എന്നാണ് ഈ കഥയുടെ സാരം. ഈ പ്രശ്നം രാമായണത്തിൻ്റെ, നിങ്ങളറിയാത്ത രാമായണം വ്യത്യസ്തമായിട്ട്. ഇപ്പോൾ മാനിഷാദ പ്രതിഷ്ഠാന്തോപകമ പറഞ്ഞിട്ട് പിന്നെ പറയുന്ന വാക്ക് തന്നെ നമ്മൾ ആലോചിക്കണം. ഏത് അവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്, അതുകൊണ്ടാണ് അവർക്ക് വന്നതെന്ന് ആദ്യത്തെ ലൈനിൽ തന്നെ വാത്മീകി പറഞ്ഞു കഴിഞ്ഞു. അത് മനസ്സിലായിക്കോട്ടെ ആ അവസ്ഥയിലാണ്. അപ്പം അതിൽ ഈ കാമം മൂത്തിരിക്കുന്ന ഒരു കിളിയെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ റിയലൈസേഷൻ ഉള്ള ഒരാൾക്ക്, റിയലൈസേഷൻ ഇല്ലാത്ത ഒരാളെ, അത് രാമായണത്തിൽ പല ക്യാരക്ടേഴ്സിലും കാണാം നമുക്ക്. രാമായണത്തിൽ ആദ്യം ശാപം കിട്ടുന്ന അഹല്യക്കാണ്. അഹല്യ കാമം കൊണ്ട് ഭർത്താവാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇന്ദ്രനെ കാമിച്ചിട്ടാണ് ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ശാപം കിട്ടുന്നത്. അതും കാമമാണ്. രാമായണ കഥ തന്നെ രാവണൻ്റെ കാമമാണ്. ഇപ്പം നമ്മുടെ രാമനും രാവണൻ എന്നാണ് പറഞ്ഞത്. രാവണൻ നമ്മുടേതാണോ രാമൻ നമ്മുടേതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ കൂട്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ രാവണൻ എന്ന് പറയുന്നതിൽ സീതയോടുള്ള മോഹം കൊണ്ട് ഉണ്ടായതാണ് രാമായണം. രാമനല്ല. അപ്പോൾ ഈ രാമൻ്റെ ബാക്കി കുലത്തെക്കുറിച്ച് പറയാനല്ല രാമായണം. ഈ രാമന്റെ ശരിക്കുള്ള കഥയുടെ ചെറിയൊരു ഭാഗം മാത്രം. രാമൻ അവിടെ ഞാൻ പറയുന്നത് ഹീറോ ആരാണെന്നാണ് അറിയേണ്ടത്. ഹീറോ രാമനാണെന്നാണ് നമ്മുടെ ധാരണ. പക്ഷേ ഒരു കഥ ഉണ്ടാക്കാൻ ആരാണോ കാരണക്കാരൻ അവനാണ് ഹീറോ എങ്കിൽ, രാമായണ കഥ രാമൻ ഭരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കാട്ടിൽ പോയി താമസിച്ചാലും ആർക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കഥയില്ല. പക്ഷെ സീതയോട് കാമം തോന്നിയ രാവണനാണ് സീതയെ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പോൾ ആരാ ശരിക്കും രാമായണത്തിൽ കഥ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ രാവണന്റെ കാമമാണ്. അതുകൊണ്ടാണ് രാമായണ കഥ തുടങ്ങുമ്പോൾ കാമിച്ചാൽ നിന്നെ കൊല്ലും എന്ന് പറയുന്നത്. അത് സിംബോളിക്കായിട്ട് പറയാൻ വേണ്ടിയാണ് ഈ കഥ ഇങ്ങനെ പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള എന്നിട്ട് അവസാനം അത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ പക്ഷിയുടെ രൂപത്തിൽ വന്നിട്ടാണ് സീതയെ കട്ടുകൊണ്ടുപോകുമ്പോൾ ജഡായുവായിട്ട് വന്നിട്ട് അതിനെ തടുക്കാൻ നിൽക്കുന്നതും പക്ഷിയാണ്. കാരണം പക്ഷിക്ക് ബോധം വന്നു, എന്നിട്ടും രാവണന് ബോധം വന്നില്ല. കാരണം രാവണൻ വാത്മീകി പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ടാവില്ലല്ലോ. വാത്മീകി കഥ പറയുന്ന രാമൻ്റെയാണ്. രാവണൻ്റെ കഥയെ പറഞ്ഞിരുന്നെങ്കിൽ രാവണന് ബോധം വന്നേനെ. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും കാണേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള കുറേ വികാരങ്ങളെ പുറത്ത് കാണിക്കാനാണ്. ആ കഥ അവിടെ തീർന്നു. പക്ഷെ ചോദ്യം ലവനും കുശനുമാണ്. ലവനും കുശനും പിന്നെ അവരവരുടെ രാജ്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. രാമൻ്റെ രാജ്യം എന്ന് പറയുന്നത് അയോധ്യ അല്ല, അത് ഭരതൻ ഭരിച്ചിട്ടുള്ളതാണ്. പിന്നെ ലക്ഷ്മണൻ ഉണ്ടാവണം,
അല്ലെങ്കിൽ ആരാണോ രാജാവ് അവരുടെ മക്കൾക്കാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ ഇന്ത്യൻ ലോ പ്രകാരം 7 വർഷം ഞാൻ അബ്സ്കോണ്ടിങ് ആണെന്ന് വിചാരിക്കാം, ലീഗലി ഐ ആം ഡെഡ് എന്ന്. അത് 2 പ്രാവശ്യം കൂടുമ്പോഴാണ് 14 വർഷം. 14 വർഷം മാക്സിമം. 7 വർഷം പിന്നെയും അതിനിടയിൽ എവിടെയെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഒരു 7 വർഷം. അങ്ങനെ 14 വർഷം ഐസൊലേറ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ആ രാജ്യം അദ്ദേഹത്തിൻ്റെ അല്ല. അപ്പോൾ രാമന് വലിയ താല്പര്യമൊന്നുമില്ല ഭരണത്തിൽ. പിന്നെ രാമൻ അവിടെ ഭരിച്ചു, വലിയ നല്ല അന്നുണ്ടോ ഈ 7 വർഷം എന്നുള്ള കണക്ക്? അതാണ് 7 വർഷത്തിന്റെ കണക്ക് നമുക്കുള്ളത്. അതാണ് ഇന്ന്. അന്നുണ്ടോ എന്നല്ല, അന്നുള്ളതാണ്. അത് പലതും അങ്ങനെയാണ്. അന്നത്തെ എന്തൊക്കെ നിയമങ്ങളുണ്ടോ അത് അതുപോലെ ഇന്നും പ്രാബല്യത്തിൽ വരാൻ കാരണം നിയമങ്ങളിൽ ചെറിയ ചെറിയ ഒരു അമെൻഡ്മെൻറ്റ് വരുന്നല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും നിയമത്തിൽ ഇതുവരെ വന്നിട്ടില്ല. ഓരോരാളുടെ പണിഷ്മെൻറ്റ് പോലും അങ്ങനെയാണ്. പണ്ട് കാലത്ത് പണിഷ്മെൻറ്റ് കൊടുക്കുന്ന മാഷ് ചെയ്താൽ കുറ്റത്തിന് പണിഷ്മെൻറ്റ് അധികവും ആ മാഷിൻ്റെ പണിയല്ലാത്ത മാഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അയാൾ ലോകത്തിനെ അറിയുന്ന ഒരു ബേസിക് ക്യാരക്ടറാണ്. അങ്ങനെയൊക്കെയാണ് നോക്കുക. അയാൾ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് നല്ല ക്വാളിറ്റിയുടെ. അപ്പോൾ അദ്ദേഹം തെറ്റ് ചെയ്താൽ അയാൾക്ക് കൂടുതൽ ശിക്ഷ കൊടുക്കണം. കാരണം അത് ജനങ്ങൾ അറിയും, സാധാരണക്കാരന് കൊടുത്താൽ അറിയില്ല. അതുകൊണ്ടാണ് വ്യത്യസ്തമായ ശിക്ഷകൾ പോലും. ഇന്നത്തെ നിയമം അങ്ങനെയാണ്. ഇന്നത്തെ സാധാരണക്കാരൻ ചെയ്താൽ നമ്മളാരും അത് ന്യൂസ് പേപ്പറിലും ടി വിയിലൊന്നും വരില്ലല്ലോ. അത് ജനങ്ങൾ അറിഞ്ഞില്ല. പക്ഷേ അത് ഓരോ കാലഘട്ടങ്ങളനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ലെവനും കുശനും എന്ന് പറയുന്നത് ഇവരുടെ മക്കളാണ്. അതിഗംഭീരമായിട്ടുള്ള ആൾക്കാരാണ്. അവർ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും ചിലപ്പം. കാരണം അവർക്ക് നല്ല കഴിവുണ്ട്. രാമനെക്കാളും കഴിവുള്ളവരായിരുന്നു അവരുടെ മക്കളെന്ന് പറയാം. രാമനെ തോൽപ്പിച്ചിട്ട് സീത എന്ന് പറയുന്നത് ഭൂമിദേവിയാണ്. ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ഒരു കുട്ടി, സൂര്യവംശജനായിട്ടുള്ള സൂര്യൻ. ഇതിന് കുറേ നാച്ചുറലായിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷനുണ്ട്. സൂര്യൻ എന്ന് പറയുന്നത് സൂര്യവംശജൻ, സൂര്യൻ. സീത ഭൂമി. സൂര്യൻ എപ്പോഴും ഭൂമിയെ കണ്ടുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരാളിടയിൽ വന്നാൽ കാണില്ല. അത് കാർമേഘമാണ്. കാർമേഘമാണ് രാവണൻ. ആ രാവണനെ തൂത്തുമാറ്റിക്കൊണ്ട് അതിനിടയിലൂടെ പോകാൻ പറ്റിയിട്ടുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് കാറ്റാണ് ഹനുമാൻ. അപ്പോൾ രാമായണത്തെ പൂർണ്ണമായിട്ടും പ്രകൃതിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇന്റർപ്രറ്റ്. എൻ്റെ ലൈഫ് മേഡ് സിമ്പിൾ എന്നതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലരും പണ്ടും പറഞ്ഞിട്ടുണ്ട്. ചിന്മയസ്വാമിയൊക്കെ അവിടെയൊക്കെ തൊട്ട് പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടർ ബ്രില്യൻസ് ആണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കഥാകൃത്തിന് ഇത്രയൊക്കെ കഴിവുണ്ടെങ്കിൽ അത് രാമായണ കഥയോടുകൂടി തീർന്നു. പക്ഷേ നമ്മുടെ ഒരു പുരാണത്തിലും പരീക്ഷത്തിൻ്റെ കഥ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അത് ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടൊരു കാരണം ഉണ്ടാക്കുകയാണ്. ഇവർക്ക് സംഭവിച്ചിട്ടുള്ള അന്ന് ഭാരതം എന്ന് പറയുന്നത്, ഭാരതദേശം എന്ന് പറയുന്നതിൽ പിന്നെ ഭാരതം എന്ന് പറയുന്നതിലൊക്കെ ആയിട്ടുള്ള ലാഹോറാണ് ലെവൻ്റെ നാട്. ലെവൻ ഭരിച്ച ലാഹോറാണ്. കുഷൻ എന്ന് പറയുന്നത് അതിന് കുറച്ച് തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു സെറ്റ്ലജ് എന്ന് പറയുന്ന റിവറിന്റെ ഒക്കെ ഭാഗത്തുള്ള പാകിസ്ഥാൻ. രണ്ടും പാകിസ്ഥാനിലാണ്. ഇപ്പോഴും ഈ പറഞ്ഞ ലവകുശന്മാരുടെ അവർക്ക് ഇപ്പോഴും അറിയാം പ്രസൻസ് അവിടെ ഉണ്ട്. അതെ, പ്രസൻസ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പം അടുത്ത കാലത്ത് പാകിസ്ഥാനിലൊരു ബുക്ക് എഴുതിയിട്ടുള്ള ഒരു പയ്യൻ, അവനിപ്പോൾ പഠിക്കുന്നത് ജോർഡാനിലെങ്ങാണ്ടാണ്. അവൻ്റെ ബുക്ക് റിലീസിൻ്റെ സമയത്ത് അതിൻ്റെ ഒരു റിവ്യൂ എഴുതാൻ എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ അവൻ ഈ കഥകളൊക്കെ നന്നായിട്ട് അറിയുന്ന പയ്യനാണ്. മുസ്ലിമാണ്, അവിടുത്തെ ലോക്കൽ ആളാണ്. അവന് ലെവൻ്റെയും കുഷൻ്റെയും കഥയൊക്കെ നന്നായിട്ട് അറിയാം. ഞങ്ങളങ്ങനെ കുറേ ഡയലോഗുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവർക്ക് ഇപ്പോൾ ഈ ജനറേഷന് നമ്മുടെ ശ്രീലങ്കയ്ക്ക് പറ്റിയിട്ടുള്ള അബദ്ധം അവിടെയൊന്നും പറ്റിയിട്ടില്ല. ഓക്കെ, അത് ശ്രീലങ്കയ്ക്ക് പറ്റാൻ കാരണം എന്താ വെച്ചാൽ ശ്രീലങ്ക പിന്നെ ഭരിച്ചത് രാവണന്റെ ആൾക്കാരല്ല, വിഭീഷണനാണ്. അപ്പോൾ വിഭീഷണനെ രാജാവാക്കി വാഴ്ത്തുന്നത് പോലും ഈ യുദ്ധത്തിന് മുമ്പ് തന്നെ ഒരു ഗ്യാരണ്ടി എന്നുള്ളതായാൽ എന്തായാലും രാവണൻ മരിക്കുമെന്നറിയാലോ. അപ്പോൾ സാധാരണഗതിയിൽ യുദ്ധം കഴിഞ്ഞാൽ ആ സ്ഥലം ആരാണോ ജയിക്കുന്നത് അവരാണ് ഭരിക്കുക. അപ്പോൾ രാമൻ ഭരിക്കേണ്ടിരുന്ന അല്ലെങ്കിൽ ലക്ഷ്മണൻ ഭരിക്കേണ്ടിയിരുന്ന രാജ്യം എന്ന് പറയുന്നത് ശ്രീലങ്കയായിരുന്നു. അത് നമ്മുടേതായി പോയേനെ, ഇന്നും ഇന്ത്യയുടെ ഭാഗമാവും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ. അങ്ങനെ ചെയ്യാതെ എന്ത് ചെയ്തു, വിഭീഷണൻ വരുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, ഈ ശത്രുവിൻ്റെ ബ്രദറാണ്, നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ രാമൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് കാണാം, അവർ ശത്രുവായിട്ട് കാണണ്ട, ലെറ്റസ് ഒരു ഡയലോഗ് ആവാം. ആ സമയത്ത് പലരും അഡ്വൈസ് ചെയ്യുന്നുണ്ട്, അവനെ കൊന്നോളൂ, യുദ്ധം എന്തായാലും ഉണ്ട്, അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഇല്ല, അപ്പോൾ രാമൻ അറിയാം ഇയാളാണ് അടുത്ത രാജാവാവുക. അപ്പോൾ വിഭീഷണൻ അത് അറിയില്ലല്ലോ. വിഭീഷണൻ പറയണ്ടെന്നാൽ എനിക്കൊരു കാര്യം ചെയ്യാം, യുദ്ധം കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് രാജ്യം വിട്ടുതരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്പൈ ആവാം. അങ്ങനെയൊക്കെയാണല്ലോ സാധാരണ രാജാക്കന്മാരുടെ ടാക്ടി. അതൊന്നും ആവശ്യമില്ല, നമ്മളെന്തായാലും നിങ്ങളെ കൊല്ലും, അപ്പോൾ കൊല്ലാണ്ട് രക്ഷപ്പെടാനുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്ത് കൂടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് രാജ പട്ടാഭിഷേകം നടത്തുന്നുണ്ട്. ആ ഒരു ക്ഷേത്രം ഇപ്പോഴും ഉണ്ട്. രാമേശ്വരത്ത് രാമന്റെ ക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലം, രാമേശ്വരം അല്ല, നമ്മുടെ രാമേശ്വരം കഴിഞ്ഞിട്ട് ആ മുനമ്പ് വരെ പോകുമല്ലോ. ആ മുനമ്പ് വരെ പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത്
ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം രാമൻ്റെ ക്ഷേത്രം, ഞാൻ പോയിട്ടുണ്ട് അവിടെ. രാമൻ്റെ ക്ഷേത്രമാണെങ്കിലും രാമൻ്റെ ക്ഷേത്രമല്ല, വിഭീഷണന് അഭിഷേകം നടന്ന സ്ഥലമാണ്. അതൊക്കെ ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ ആ രാജ്യം അദ്ദേഹത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞ സമയത്ത് പിന്നെ ഭരിച്ചിട്ടുള്ളത് വിഭീഷണനാണ്. അപ്പോൾ പഴയ ആൾക്കാരൊന്നും ആരും ഓർക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് രാവണനെ അറിയാത്തത്. പക്ഷേ ലവകുശനെ ഇനി അടുത്ത ചോദ്യം, ലവകുശൻ്റെ മക്കളാരെന്ന് നമുക്കറിയില്ല. കാരണം രാമായണം എന്ന് പറയുന്നത് രാമൻ്റെയും സീതയുടെയും രാവണൻ്റെയും കഥയാണ്. അതിനിടയിൽ ലക്ഷ്മണനും ഒക്കെ ഒരു പങ്കുണ്ട്. അപ്പോൾ ഈ രാമായണം എന്നുള്ളൊരു ചെറിയ ഭാഗം ഒഴികെയുള്ളതിൻ്റെ മുൻപുള്ളതും ബാക്കിയുള്ളതും ഒക്കെ എവിടെയാണ് ശരിക്കും ഒരു പുസ്തകം രൂപത്തിൽ ആയിട്ടുള്ളത്? അല്ല, അങ്ങനെ ഒരു എല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ കഥ പറയുമ്പോൾ അതിൽ വന്ന പട്ടാളക്കാരുടെ കഥ പറഞ്ഞു. പട്ടാളക്കാർ ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ എല്ലാവരുടെ കഥയും നമുക്ക് പറയില്ല. മനസ്സിലായി. അതുകൊണ്ട് തന്നെ ലവകുശന്മാരെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമ്പോഴും ഇവരെ സെപ്പറേറ്റ് ആയിട്ട് പറയത്തില്ല, ലവകുശൻ തന്നെയാണ് പറയുന്നത്. അപ്പൊ അവരുടെ ഒരു ആഫ്റ്റർ ഈ പറഞ്ഞ ഒരു രാജഭരണത്തിന്റെ കാലഘട്ടത്തിലെ അവരുടെ രീതികൾ അല്ല അവരുടെ സ്വഭാവത്തെ കുറിച്ചൊന്നും അധികം എഴുതപ്പെട്ടിട്ടില്ല. അതിനെ കുറിച്ച് എന്തെങ്കിലും നമുക്ക് അറിയാവുന്ന കേട്ടോ? ഒരു പക്ഷേ രാമൻ ഏറ്റവും പെർഫെക്റ്റ് മാൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അവരും ഇതുപോലെ തന്നെ ആയിരുന്നോ? നമ്മൾ ഇപ്പം രാമൻ്റെ കഥകളെ കുറിച്ച് കുറേ സിനിമകളുണ്ട്. ഇപ്പം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തെലുങ്കിൽ ഇറങ്ങിയിട്ടുള്ള സിനിമ, ഞാൻ എല്ലാ സിനിമയും ഒരുവിധം കാണുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ ഹിസ്റ്റോറിക്കലായിട്ട് എൻ്റെ ഓർമ്മയിൽ ബാലയ്യ ചെയ്തതാണോ? അതിൽ NT രാമറാവുവാണ് രാമൻ്റെ വേഷം. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മുമ്പ് ഇങ്ങനെ കാണാം. കാരണം ഈ തെലുങ്ക് നാട്ടിലൊക്കെ രാമനെക്കാളും ഫേമസ് ആയിട്ടുള്ള NT രാമറാവു. നമ്മൾ സാധാരണ കഥാപാത്രത്തെ കാണുന്ന വിധത്തിൽ രാമറാവു എന്ന് പറഞ്ഞാൽ അവർക്ക് രാമനാണ്. അപ്പോൾ രാമൻ ആയിട്ട് NT രാമറാവു അഭിനയിച്ചിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ലവകുശ എന്നുള്ളത്. പക്ഷെ അത് പിന്നെ എനിക്ക് തോന്നുന്നു കന്നഡയിലൊക്കെ മാറ്റിയിട്ടുള്ളത് ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നത്. ഏകദേശം കൃത്യമായിട്ടറില്ല. ലവകുശ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. ആദ്യം തെലുങ്കാണ്, പിന്നെ അതിനുശേഷം പക്ഷെ മലയാളത്തിലൊന്നും വന്നിട്ടില്ല. അപ്പം നമ്മൾ ഈ ലവകുശൻ്റെ കഥ കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൽ അതുപോലെ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല പുത്രന്മാരായിട്ട് ധർമ്മപുത്രൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന സമയത്ത് ലവകുശൻ എന്ന് കൂടിയേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ. നമ്മൾ പഞ്ചപാണ്ഡവന്മാരെന്നല്ലേ പറയാറുള്ളൂ. അപ്പോൾ ആ ബ്രദേഴ്സിൻ്റെ ഒരു ടുഗദർനെസ്, ആ ടുഗദർനെസ്സിന് ഏറ്റവും കാമ്പായിട്ട് നിൽക്കുന്നത് അമ്മയാണ്. അത് രാമായണത്തിലുമാണ് മഹാഭാരതത്തിലുമാണ്. അച്ഛൻ ഇല്ലാതിരിക്കുമ്പോൾ അമ്മയ്ക്ക് മക്കളോട്, അതും പ്രത്യേകിച്ച് ആൺകുട്ടികളോട് ഒരുമയോട് കൂടി നിൽക്കുകയും അത് വളരെ സ്ട്രോങ് ആയി മാറ്റുകയും വേണം എന്നുള്ളത് അമ്മയുടെ താല്പര്യമാണ്. ഇത് ഇവിടെ സീതയായിരിക്കാം, മറ്റേടത്ത് കുന്തിയാവും, ഇത്രയുള്ള വ്യത്യാസം. അപ്പോൾ പഞ്ചപാണ്ഡവന്മാർ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഈ ലവകുശൻ എന്ന് പറയുന്ന സങ്കല്പം. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ബ്രദേഴ്സിന്റെ ഒരു യൂണൈറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹം എന്ന് പറയുമ്പോഴും ഒരു തരത്തിൽ പോലും ഒരിക്കൽ പോലും അങ്ങനെ ഒരു കഥ കേട്ടില്ല. ഇവർ തമ്മിലൊരു വാക്ക് പോലോ അല്ലെങ്കിൽ ഒരു സംഘടന ഉള്ള സംഭവം. അപ്പോൾ അങ്ങനെ ഒരു ത്രൂ ഔട്ട് അവർ ലൈഫിൽ അവർ ഒന്നിച്ചു തന്നെയായിരുന്നു. അല്ല, അതുകൊണ്ടല്ലേ അവർക്ക് 2 രാജ്യങ്ങൾ ഈക്വൽ ആയിട്ട് കൊടുത്തത്. ആ 2 രാജ്യങ്ങൾ മാത്രമേ അവരുടെ പ്രോവിൻസിൽ അവർക്ക് കൊടുത്തത്. അത് ചെറിയ രാജ്യമാണ്, ഒരു പ്രോവിൻസ് ആണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഭരതന്റെ വംശജന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഭരതവംശമാണല്ലോ ഇത്. മറ്റേത് സീതയുടെ വംശമാണ്. ഇതിൽ നമ്മൾ ആദ്യം കാണേണ്ടത് ഭരതവംശം എന്ന് പറയുന്ന ഭാരതവംശവും കുരു എന്ന് പറയുന്നതും പാണ്ഡവരും തമ്മിലുള്ള എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൽ കുരുവംശം വന്ന് അത് രാജ്യം ഏറ്റെടുത്താൽ ഈ ഭരതവംശത്തിന് അത് സമ്മതിക്കാൻ സാധിക്കാത്ത പോലെയാണ്. അപ്പം പിന്നെയും നമ്മുടെ അതിനേക്കാളും കൂടുതൽ നമ്മൾ അറിയേണ്ടത് രാവണൻ എന്ന് പറയുന്ന ആള് മഹാബലിയുടെ കൊച്ചു മകനാണ്. മഹാബലി രാക്ഷസനായിരുന്നു. മഹാബലി നല്ലൊരു രാജാവായിരുന്നു, പക്ഷേ അത് കൊച്ചു മകനാണ്. അപ്പോൾ അത് വാണിരുന്നത് തൊട്ടടുത്ത ശ്രീലങ്കയുടെ തൊട്ടടുത്ത് നമ്മൾ കേരളമല്ല, മഹാബലിപുരം, മാവേലി അല്ല, മഹാബലിപുരം. മഹാബലിപുരം എന്ന് പറയുന്നത് നമ്മളിപ്പം മാവേലിയുടെ നാടെന്ന് പറഞ്ഞിട്ട് കേരളം ഓണം വരാൻ പോവാണ്, രാമായണം കഴിഞ്ഞ് ഓണം വരാൻ. അപ്പോൾ മാവേലിയുടെ നാടാണ് കേരളം എന്ന് പറയുന്നത്. ഇന്ന് ഇപ്പം പിണറായി ഭരിക്കുന്ന കേരളം അല്ല അന്ന് ഭരിച്ചത്. അന്ന് കേരളം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയുടെ ഒരു എൻറ്റയർ സൗത്ത് ഇന്ത്യയാണ്. അപ്പോൾ ചെന്നൈയിലുള്ള മഹാബലിപുരം അവിടെ ശരിക്കും ഓണം ആഘോഷിക്കേണ്ടത് കേരളീയരല്ല, തമിഴ്നാട്ടുകാരാണ്. ആഘോഷിക്കുന്ന അവർ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ പച്ചക്കറി വിൽക്കാൻ പറ്റുന്ന ആ സമയത്താണ്. നമ്മൾ കഷ്ടപ്പെടുന്നത് അവർ ആഘോഷിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞ ഈ കഥകളിൽ ഒരു ബൗണ്ടറി ഉണ്ടല്ലോ. ആ ബൗണ്ടറിയുടെ കൺസെപ്റ്റ് നമ്മൾ പുറത്തു വരുമ്പോൾ കഥകൾ നമുക്ക് കേരളത്തിൽ നമുക്കുള്ളത് മഹാബലി അല്ല,
വാമനാണ്. വാ- വാമനൻ്റെ ക്ഷേത്രം തൃക്കാക്കരയുണ്ട്. ഉണ്ട്, ഉണ്ട്. അപ്പോൾ വാമനൻ തൃക്കാക്കരയിലും നമ്മൾ ആഘോഷിക്കുന്നത് ശരിക്കും മഹാബലിയെ കുറിച്ചല്ല, വാമനനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഈ രാക്ഷസന്മാരും വാനരന്മാരും ഒക്കെ എപ്പോഴും നമ്മുടെ സൗത്തിലേക്ക് വരുന്നത്? അത് കാരണം ഈ ഭാഗത്ത് നമ്മൾ ഈ സാത്വികത എന്ന് പറയുന്നിടത്തുനിന്ന് നമുക്ക് രാജസികതയിലേക്ക് പോയിട്ട് മാത്രമേ താമസികമായിട്ടുള്ള സ്വഭാവങ്ങളെ മാറ്റാൻ പറ്റുള്ളൂ. രാമായണത്തിൽ അങ്ങനെ ഒരു കഥയുണ്ട്. രാമായണം വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാം. ഇപ്പം രാമൻ എന്ന് പറയുന്നത് സാത്വികനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ സാത്വികനായിട്ടുള്ള ഒരാൾക്ക് ഒരാളെ ഉപദ്രവിക്കാൻ പറ്റില്ല, അയാൾ സാത്വികനാണ്. പക്ഷെ കട്ടുകൊണ്ടുപോയത് രാമനെ കിഡ്നാപ്പ് ചെയ്താൽ പോരെ, എന്നാല് രാമനോടല്ലായിരുന്നല്ലോ. അല്ല, രാമനെ കൊന്നാ പോരെ? ശരിയാണ്. രാവണന് അത്ര കഴിവുള്ളതാണ്? പറ്റില്ല, കാരണം അയാൾ സാത്വികനാണ്. സാത്വിക അല്ലാത്ത ഒരാളാണ് സീത. സീത സാത്വികനൊന്നുമല്ല, സാത്വികമായിട്ടുള്ള സ്വഭാവമുള്ള ആളൊന്നുമല്ല. കുറച്ച് രാജസികം നല്ലപോലെ ഉണ്ട്, കുറച്ചെല്ലാം നല്ലപോലെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ലക്ഷ്മണനെയൊക്കെ വഴക്ക് പറയുന്നത്. ഓക്കെ, ഓക്കെ. ലക്ഷ്മണനെ പലപ്പോഴും വഴക്ക് പറയുന്നുണ്ട്. ഈ കൂട്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ പറയുന്ന കുറേ കഥകളുണ്ട്. അങ്ങനെയൊക്കെ ആ ലക്ഷ്മണൻ സാത്വികനാണ്, അത് പ്രൂവ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. ഞാൻ ചേട്ടത്തിയമ്മയുടെ പിന്നെ കങ്കണങ്ങൾ പോലും കണ്ടിട്ടില്ല, പാദസരം മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും സാത്വികനാണെന്ന് പ്രൂവ് ചെയ്യണം. പൂർണ്ണമായിട്ടും സാത്വികയായിരുന്നെങ്കിൽ ലക്ഷ്മണരേഖ കടക്കില്ല. ആ രാജസികമായതുകൊണ്ടാണ് കുറച്ചും കൂടി ഒരു 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 കറേജിയസ് ആയിട്ട് കടക്കുന്നത്. ആ എപ്പോഴാണോ നിങ്ങൾ രാജസികമാവുന്നത്, നിങ്ങൾക്കെതിരെ ആരെങ്കിലും യുദ്ധം പ്രഖ്യാപിക്കും. സാത്വികനായിട്ടുള്ള ഒരാളുടെ കീഴിൽ യുദ്ധം പ്രഖ്യാപിച്ചാൽ ശാപം മാത്രമേ കിട്ടുള്ളൂ. ഇതിൽ കഥയിൽ കുറേ കാതലുണ്ട് ഇങ്ങനെ. അപ്പം അങ്ങനെ പോയ സീത കടത്തിക്കൊണ്ടു പോകുന്ന രാവണൻ, ആ രാവണൻ്റെ കോട്ടയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ അതിനേക്കാളും സാത്വികമായിട്ടുള്ളൊരു സ്ത്രീ ഇരിക്കുന്നുണ്ട്, രാവണൻ്റെ ഭാര്യ. അവർ വളരെ സാത്വികമായിട്ടുള്ള സ്ത്രീയാണ്. മണ്ഡോദരി എന്ന് പറയുന്നത് നല്ലൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു സാത്വിക രാജസിക താമസിക ക്യാരക്ടറിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് രാജസികമായി നല്ല സ്വഭാവമുള്ള ആൾക്കാരെ പിടിച്ചാലേ ഈ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സാത്വികനായിട്ടുള്ള രാമൻ അങ്ങനെ പെട്ടെന്നൊന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് കുരങ്ങന്മാരെയൊക്കെ കൂട്ടുകൂട്ടുന്നത്. അവർ രാജസികമാണ്. ഒരിക്കലും അനങ്ങാണ്ടിരിക്കില്ലല്ലോ, അവർ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കില്ലേ. വികൃതിയായിട്ടുള്ളവരാണ് നമുക്ക് വേണ്ടത്. ഇവിടെ സൗത്ത് ഇന്ത്യൻസ് ആണോ അങ്ങനെ? അത് ആ സ്വഭാവം നമുക്ക് നല്ലപോലെ ഉണ്ട്. ആ സ്വഭാവം നല്ലപോലെ ഉള്ളവരാണ് ഈ സൗത്ത് ഇന്ത്യനിലെ ആൾക്കാരെന്നാണ് പറയുന്നത്. പൊതുവെ അപ്പോൾ ഈ പറയുന്നതെല്ലാം ഈ രാമായണത്തിലാണെങ്കിലും മഹാഭാരതത്തിലാണെങ്കിലും ഈ പറയുന്ന കഥകളെല്ലാം സിംബോളിക്കാണെന്നാണ് നമ്മുടെ ഭാരതീയ ക്ഷേത്ര സങ്കല്പം, ഭാരതീയ ദേവ സങ്കല്പം, സങ്കല്പങ്ങളാണല്ലോ ഒക്കെ ചിന്തകളാണ് എന്ന് അതിനകത്ത് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്തിനാ പറയുന്നത്? വേദങ്ങളിൽ എഴുതിയിട്ടുള്ള കുറേ കാതലുകൾ സാധാരണ മനുഷ്യന്മാരിലേക്ക് എത്തിക്കണമെങ്കിൽ കഥാരൂപത്തിൽ പറയണം. അത് ഇന്നത്തെ ടീച്ചിങ് മെത്തഡോളജിയിൽ, പെഡഗോഗീസ് എന്ന് പറയുന്ന ടീച്ചിങ് മെത്തഡോളജിയിൽ ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് കുറേ ടെക്നിക്കുകളുണ്ട്. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കഥ പറഞ്ഞിട്ട് ഡെഡ്യൂസസ്, ഇതിൽ നിന്ന് ഇതാണ് എൻ്റെ ആപ്തവാക്യം, മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയില്ലേ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കഥകളാണ്. ആ കഥകൾ ഉണ്ടാക്കിയിട്ടുള്ളത് വാത്മീകിയും വ്യാസനും ഒക്കെയാണ്. അത് ഇതിഹാസം, ഇവിടെ നടന്നത് എന്ന് പറയുമ്പോഴാണ്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ അർത്ഥതാണ്, ഇവിടെ നടന്നതാണ്. അപ്പോൾ ഈ കഥ എഴുതുന്ന കഥാകൃത്തിനും കഥയിലൊരു റോളുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ വാത്മീകി അറിയേയില്ലല്ലോ, വ്യാസനെ അറിയേയില്ല. വ്യാസൻ കഥ പറയുമ്പോൾ വ്യാസൻ അതിനകത്തൊരു കൂട്ടുണ്ട്, വ്യാസൻ അതിനകത്തുണ്ട്. അതുപോലെ വാത്മീകിയുടെ കഥ പറയുമ്പോൾ വാത്മീകി അതിനകത്തുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു കവിത എഴുതിയിട്ടുണ്ട് ഞാൻ പണ്ട്. ആ കവിതയിൽ പറഞ്ഞത്, കൽക്കി ഇപ്പം രാമനായി വന്നപ്പോഴും കൃഷ്ണനായി വന്നപ്പോഴും അങ്ങ് വാത്മീകിയെയും വ്യാസനെയും സൃഷ്ടിച്ചതുപോലെ കലികാലത്തിൽ കലി എന്നൊരാളുണ്ടെങ്കിൽ നിങ്ങൾ സൃഷ്ടിച്ച ഒരു കവിയെ കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ നമ്മൾ ഈ കൽക്കി എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കൊള്ളാം. പക്ഷെ അതിനൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, അന്ന് ഒരു ഭാഷയിൽ സംസ്കൃതത്തിൽ മതി. ഇന്ന് എൻ്റെ കവിത അവസാനിക്കുന്നതാണ്. ഇന്ന് ഏത് ഭാഷയിലാണ് അത് എഴുതിയതൊന്നും കൂടി പറഞ്ഞു തന്നാൽ ആ കവികളുടെ പിന്നാലെ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൃഷ്ണ, നിന്നെ ഹണ്ട് ചെയ്യാൻ നീ തന്നെ എൻ്റെ രക്ഷ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ കവിത. അപ്പം നമ്മൾ പലപ്പോഴും കവികളാണ് ഈ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സങ്കല്പങ്ങളിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ട് ആ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള രൂപമാണ് നമ്മൾ കാണുന്ന ഇന്നത്തെ ഈ വേഷവും ഒക്കെ. അതങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവും നമുക്ക് പറയാൻ പറ്റില്ല. ഏതോ കവിയുടെ ഭാവനയിൽ തോന്നിയിട്ടുള്ള ഈ മഹാപുരാണങ്ങളൊക്കെ ഇതിഹാസങ്ങളും മഹാപുരാണങ്ങളും, പുരാണങ്ങൾ ദേവന്മാർ തന്നെ ദേവന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കഥകളായിട്ടാണ്. ശിവപുരാണം, വിഷ്ണു പുരാണം, അങ്ങനെ പേരാ വരിക. അപ്പോൾ അവർ ദേവന്മാർ തന്നെയാണ് അവരുടെ ദേവിമാരോടൊക്കെ കഥ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രാമായണം പൂർണ്ണമായിട്ടും ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മാവുണ്ടാക്കി,
വാത്മീകിക്ക് ശേഷമാണോ വാത്മീകിക്ക് പിന്നെയാണോ നമുക്കറിയില്ല. ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൈലാസത്തിൽ വെച്ചാണ്. മാനസ സരോവരത്തിൻ്റെ തീരത്താണ് കഥ പറഞ്ഞത് എന്നാണ് ശിവപുരാണത്തിലും രാമായണത്തിൻ്റെ റെഫറൻസ് ഉണ്ട്. അപ്പോൾ ശിവപുരാണാണോ അല്ല രാമായണം എന്ന ഇതിഹാസമാണോ ആദ്യം എഴുതിയത്, എപ്പോഴാണ് എഴുതിയത്, ഇതിനൊന്നും ഒരു പ്രൂഫും ഇല്ല നമ്മുടെ അടുത്ത്. താങ്ക് യു.